അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡബിൾ എക്സ്പോഷറാണ്. ഫോട്ടോഷോപ്പിൽ എങ്ങനെ ഡബിൾ എക്സ്പോഷർ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് പോസ്റ്റേഴ്സൊക്കെ വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം, മൂവി പോസ്റ്റേഴ്സ്, അങ്ങനെയുള്ള ഫ്ലെയർ, അങ്ങനെയുള്ള മെത്തേഡിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഡബിൾ എക്സ്പോഷർ. അപ്പം പലരും പല മെത്തേഡ്സാണ് യൂസ് ചെയ്യുന്നത് ഡബിൾ എക്സ്പോഷർ ചെയ്യാൻ വേണ്ടി. നമുക്കിതൊരു സിമ്പിൾ മെത്തേഡ് പരിചയപ്പെടാം. അത് ബിഗിനേഴ്സിനും ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഒരു HD ഇമേജ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളതിൻ്റെ വെബ്സൈറ്റിൽ ലിങ്കൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. പിക്സൽ വെബ്സൈറ്റിൽ കയറിയിട്ട് ഡൗൺലോഡ് ചെയ്യുക. അതാകുമ്പോൾ നല്ല ക്ലാരിറ്റിയോട് കൂടിയുള്ള വീഡിയോസും ഫോട്ടോസും നമുക്ക് അവിടെ അവൈലബിൾ ആണ്. ഇത് നല്ല ക്ലാരിറ്റിയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് സൂം ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ ഫയൽ എടുത്തിട്ട് നമ്മൾ ഓൾറെഡി രണ്ടാമതൊരു ഫോട്ടോസ് എക്സ്പോസ് ചെയ്യാൻ വേണ്ടി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് ഫസ്റ്റ് ലെയറുമായിട്ടൊന്ന് സ്കെയിലപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് മുകളിലോട്ടൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാം. ഓക്കെ, ഇവിടെ 2 ലെയർ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ലെയർ നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ നെയിം ഒന്ന് മാറ്റി കൊടുക്കാം. ഫോറസ്റ്റ്. ഓക്കെ, അപ്പം നമ്മുടെ ഫസ്റ്റ് ലെയർ ഫോറസ്റ്റ് എന്നുള്ള ലെയർ എടുത്തിട്ട് ഇവിടെ ഒരു മാസ്ക് ടൂളുണ്ട്. ഈ മാസ്ക് ടൂളൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു വൈറ്റ് പേജ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഗ്രേഡിയൻറ്റ് ടൂൾ എടുക്കുക. ഇവിടെ പെയിൻറ്റ് ബക്കറ്റ് ഉണ്ട്, ഗ്രേഡിയൻറ്റ് ടൂൾ എടുക്കുക. നമ്മൾ ഗ്രേഡിയൻറ്റ് ടൂൾ എടുത്തിട്ട് ഇവിടെ ഒന്ന് കറക്റ്റ് നടുക്കൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് നമുക്ക് എത്രയൊക്കെയാണോ വേണ്ടതെന്നനുസരിച്ച് അതിന് താഴോട്ടൊന്ന് ഡ്രാഗ് ചെയ്യുക. കണ്ടില്ലേ, സിമ്പിളാണ്. ഇനി ഇവിടുന്ന് താഴോട്ടൊന്ന് വലിച്ചു നോക്കാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്കത് കിട്ടും. ഇനി നമുക്ക് ഏത് വശത്തു നിന്ന് വലിച്ചാലും ആ എഫക്റ്റ് നമുക്ക് കിട്ടും. കണ്ടില്ലേ, ഏത് വശത്തു നിന്ന് നമ്മൾ ഇങ്ങനെ വലിച്ചെടുത്ത് നോക്കിയാലും നമുക്ക് ആ എഫക്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പെട്ടെന്നൊരു മൂവി പോസ്റ്ററൊക്കെ നമുക്ക് ഇതുപോലെ ക്രിയേറ്റ് ചെയ്തെടുക്കാനുള്ളതേ ഉള്ളൂ. കണ്ടില്ലേ, ഇനി നമുക്ക് ഈ 2 ലെയർ ഒന്ന് മെർജ് ചെയ്യാം. അതിന് നമുക്ക് കൺട്രോൾ പ്രസ് ചെയ്തിട്ട് 2 ലെയർ ഒന്ന് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് പോയിട്ട് മെർജ് ലെയർ ഉണ്ട്, അവിടെ ഒന്ന് പോയി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ അതൊരൊറ്റ ലെയറായിട്ട് മാറിയിട്ടുണ്ട്. നമുക്കൊന്ന് കണ്ടില്ലേ, ഹൈഡ് ചെയ്യുമ്പോൾ കണ്ടില്ലേ ഒറ്റ ലെയറായിട്ടുള്ളതാണ് നമുക്ക് മനസ്സിലാവും. ഇനി നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് കളർ ലോക്കപ്പ് ചെയ്ത് കൊടുക്കാം. ഒരു എഫക്ട്സ്, അതിനിവിടെ കുറേ എഫക്ട്സ് നമുക്കിവിടെ അവൈലബിൾ ഉണ്ട്, പല പല രീതിയിലുള്ളത്. അപ്പം നമുക്ക് ഡീഫോൾട്ടായിട്ട് നമുക്ക് ഒരു എഫക്റ്റ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു എഫക്റ്റ് നമുക്ക് തൽക്കാലം ഇവിടെ ഒന്ന് പ്ലേസ് ചെയ്യാം. ഒന്ന് ക്ലോസ് ചെയ്തിട്ട് ടെക്സ്റ്റ് എടുക്കുക. ഇനി അതൊന്ന് ഡ്രാഗ് ചെയ്ത് വലുതാക്കുക. ഇനി നമുക്കതിൻ്റെ നോർമൽ മാറ്റി ഒരു സോഫ്റ്റ് ലൈറ്റ് ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ, നമുക്കൊരു പോസ്റ്ററിൻ്റെ രീതിയിൽ നമുക്കത് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ, മെത്തേഡ് ഇത്രയേ ഉള്ളൂ. സിമ്പിൾ മെത്തേഡാണ്. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫോട്ടോഷോപ്പ് പഠിക്കുന്ന പിള്ളേർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.